വീണ്ടും ഇതാ മലയാള മണ്ണിലേക്ക് നരേന്ദ്രമോദി എത്തുകയാണ്. ഇത് വെറുമൊരു രാഷ്ട്രീയ സന്ദർശനമല്ല. ഇത് കേരളത്തിന്റെ ചരിത്രഗതി തന്നെ മാറ്റി എഴുതാൻ പോകുന്ന വിപ്ലവത്തിന്റെ തുടക്കമാണ്. പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ടുമടുത്ത ഇടത് വലത് മുന്നണികളുടെ അന്തർധാര രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ വികസനത്തിന്റെ വിശ്വസ്തനായ നായകൻ നേരിട്ടെത്തുന്നു. അഴിമതിയും പ്രീണനവും മുഖമുദ്രയാക്കിയ ഭരണകൂടങ്ങൾ വിറയ്ക്കുന്നു. കാരണം വരുന്നത് മറ്റാരുമല്ല, ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച വിശ്വഗുരു നരേന്ദ്രമോദിയാണ്. എന്താണ് ഇത്തവണത്തെ മോദി ഗ്യാരണ്ടി? എന്തുകൊണ്ട് കേരളത്തിലെ യുവതയും സാധാരണക്കാരും BJP പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു? എന്താണ് ഏപ്രിൽ 4-ന് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എല്ലാം നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നു. വീഡിയോ അവസാനം വരെ കാണുക. കാരണം കേരളം ഇനി മാറാൻ പോവുകയാണ്. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് കേരളത്തിലെ BJPയുടെ വിജയം ഉറപ്പിക്കാനുള്ള മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ടാണ്. യാത്രാ പദ്ധതി ആദ്യം നോക്കാം. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ചങ്ങനാശ്ശേരി NSS കോളേജ് ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രിയുടെ വിമാനം ലാൻഡ് ചെയ്യുന്നത്. അവിടുന്ന് റോഡ് മാർഗം അദ്ദേഹം തിരുവല്ലയിലേക്ക് എത്തും. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത ജനസഞ്ചയനത്തിനാണ്. മധ്യ കേരളത്തിലെ വിപ്ലവം തിരുവല്ല, ആറന്മുള, ഹരിപ്പാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, റാന്നി, കോന്നി, അമ്പലപ്പുഴ, അടൂർ, ചങ്ങനാശ്ശേരി, കായംകുളം ഈ 11 മണ്ഡലങ്ങളിലെയും NDA സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും. 1.5 ലക്ഷത്തിലധികം പ്രവർത്തകർ തിരുവല്ലയിൽ അണിനിരക്കുമ്പോൾ അത് ഇടത് വലത് കോട്ടകളുടെ തകർച്ചയുടെ വിളംബരമായിരിക്കും. അനന്തപുരിയിലെ റോഡ് ഷോ. തിരുവല്ലയിലെ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം നേരെ എത്തുന്നത് തലസ്ഥാന നഗരിയിലേക്കാണ്. തിരുവനന്തപുരത്തെ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി കിള്ളിപ്പാലം മുതൽ കരമന വരെ അദ്ദേഹം റോഡ് ഷോ നടത്തും. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റോഡ് ഷോ ആയിരിക്കും അത്. രാജീവ് ചന്ദ്രശേഖർ എന്ന വികസന നായകൻ മുതൽ R ശ്രീലേഖയും മുരളീധരനും വരെയുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പം മോദി ജനങ്ങളെ അഭിവാദ്യം ചെയ്യുമ്പോൾ അത് പുതിയൊരു രാഷ്ട്രീയ സൂര്യോദയത്തിനുള്ള നാന്ദിയാകും. അത് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ 60-70 വർഷമായി കേരളം ഭരിക്കുന്നത് ആരാണ്? 5 കൊല്ലം LDF, 5 കൊല്ലം UDF. ഇവർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഡൽഹിയിൽ ഇവർ ഒരേ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്നു, ഒരേ വേദിയിൽ കൈകോർക്കുന്നു. എന്നാൽ കേരളത്തിൽ വരുമ്പോൾ മാത്രം ഇവർ ജനങ്ങളെ പറ്റിക്കാനായി ഗുസ്തി പിടിച്ച് അഭിനയിക്കുന്നു. കടക്കണിയിലായ കേരളത്തെ തന്നെ എടുത്തു നോക്കൂ. ഇന്ന് കേരളം ഭരിക്കുന്നത് കടമെടുത്ത പണം കൊണ്ടാണ്. ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പോലും പണമില്ല. എന്നാൽ ധൂർത്തിനോ യാതൊരു കുറവും കാണുന്നില്ല. സ്വർണ്ണക്കടത്തും ലൈഫ് മിഷൻ അഴിമതിയും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും വഴി സാധാരണക്കാരന്റെ പണം ഇവർ കൊള്ളയടിക്കുന്നു. പിന്നെ ശബരിമല കൊള്ള വേറെയും. വോട്ട് ബാങ്കിന് വേണ്ടി വർഗീയ ശക്തികളുമായി സന്ധി ചെയ്യുന്നതിൽ ഈ 2 മുന്നണികളും മത്സരിക്കുകയാണ്. ഹിന്ദു സമൂഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ശബരിമല വിഷയത്തിലും ഇപ്പോൾ വഖഫ് ഭൂമി പ്രശ്നത്തിലും ഇവർ കാണിക്കുന്ന ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ യുവജനങ്ങളുടെ ഗതികേടെന്ന് നോക്കൂ. കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി വേണമെങ്കിൽ വിദേശത്തോ അന്യസംസ്ഥാനങ്ങളിലോ പോകണം. ഇവിടെ വ്യവസായം തുടങ്ങാൻ വരുന്നവരെ CITUകാരും മറ്റുമെല്ലാം ചേർന്ന് ഓടിക്കുന്നു. ഈ അവസ്ഥ മാറണ്ടേ? എന്താണ് മോദി ഗ്യാരണ്ടി? ഇതെല്ലാം മാറണമെങ്കിൽ നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാക്കിയിരിക്കും. ഇതാണ് കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം. 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോകത്തെ 5ാമത്തെ വലിയ ശക്തിയാക്കി അദ്ദേഹം മാറ്റി. വൈകാതെ ഇത് 3ാം സ്ഥാനത്തേക്കും എത്തും. കേരളത്തിലെ ദേശീയപാത വികസനം തന്നെ ഒന്ന് എടുത്തു നോക്കൂ. പതിറ്റാണ്ടുകളായി വെറുമൊരു സ്വപ്നമായിരുന്ന ഹൈവേ ഇന്ന് യാഥാർത്ഥ്യമാകുന്നത് മോദി സർക്കാർ പണം അനുവദിച്ചത് മാത്രം കൊണ്ടാണ്. 2 വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിന് കിട്ടിയത് അദ്ദേഹത്തിന്റെ കരുണയല്ല, മറിച്ച് മലയാളിക്ക് അദ്ദേഹം നൽകുന്ന പരിഗണനയാണ്. ലോകം അത്ഭുതത്തോടെ നോക്കുന്ന ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ഇന്ന് ഭാരതത്തിലുണ്ട്. അഴിമതിയുടെ ഒരു പഴുതുപോലും ഇല്ലാത്ത കേന്ദ്ര ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നു. ഇത്തവണ BJP രംഗത്തിറക്കിയിരിക്കുന്നത് വെറുമൊരു രാഷ്ട്രീയക്കാരെയല്ല, മറിച്ച് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെയാണ്. ടെക്നോളജി ലോകത്തെ ഭീമൻ, കേന്ദ്രമന്ത്രി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തി. തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഓരോ തലസ്ഥാനവാസിയും വിശ്വസിക്കുന്നു. അതെ, രാജീവ് ചന്ദ്രശേഖർ. അടുത്തത് R ശ്രീലേഖ. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP. നിയമവും നീതിയും നടപ്പിലാക്കാൻ ആർജവമുള്ള വ്യക്തി. അവർ BJPയിലേക്ക് വരുന്നത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ പാർട്ടിയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിന്റെ തെളിവാണ്. പിന്നെ കറപുരളാത്ത രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കളാണ് മുരളീധരൻ അടക്കമുള്ള മറ്റുള്ളവരെല്ലാം. ഇവർ നിയമസഭയിൽ എത്തുക എന്നത് കേരളത്തിന്റെ ആവശ്യമാണ്. ഇന്ന് ലോകത്തിന്റെ ഏത് കോണിൽ ഒരു പ്രശ്നമുണ്ടായാലും ലോകരാജ്യങ്ങൾ നോക്കുന്നത് നമ്മുടെ ഭാരതത്തിലേക്കാണ്. ഉക്രൈൻ റഷ്യ യുദ്ധമായാലും ഇസ്രയേൽ വിഷയമായാലും ഇറാൻ വിഷയമായാലും മോദിക്ക് പറയാനുള്ളത് ലോകം കേൾക്കും. G20 ഉച്ചകോടി ഇന്ത്യയിൽ നടന്നത് നമ്മൾ കണ്ടു. ഭാരതം എന്ന് വെറുമൊരു രാജ്യമല്ല, അത് ലോകത്തിന്റെ വിശ്വഗുരുവായി മാറിയിരിക്കുന്നു. ഈ ഒരു മുന്നേറ്റത്തിൽ കേരളം മാത്രം എന്തിനു മാറി നിൽക്കണം? കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഇന്ന് BJPക്ക് സ്വീകാര്യത ഏറുകയാണ്.
ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിലും മുസ്ലിം സഹോദരിമാർക്കിടയിലും മോദി സർക്കാരിന്റെ വികസന നയങ്ങൾ ചർച്ചയാകുന്നുണ്ട്. മുത്തലാഖ് നിരോധനം മുതൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള സ്കോളർഷിപ്പുകൾ വരെ ഒരിടത്തും വിവേചനമില്ലാതെയാണ് നടപ്പിലാകുന്നത്. ഇടത് വലത് മുന്നണികൾ പടച്ചുവിടുന്ന കുപ്രചരണങ്ങൾക്കെതിരെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. BJP വന്നാൽ ഭരണഘടന മാറുമെന്നും ജനാധിപത്യം തകരുമെന്നും പറയുന്നവർ ഭയക്കുന്നത് തങ്ങളുടെ അഴിമതി ഭരണം അവസാനിപ്പിക്കുമെന്നാണ്. തിരുവല്ലയിലെ പബ്ലിക് സ്റ്റേഡിയത്തിൽ മോദി പ്രസംഗിക്കുമ്പോൾ അത് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ പ്ലാൻ ആയിരിക്കും. അദ്ദേഹം സംസാരിക്കുന്നത് വികസനത്തെക്കുറിച്ചാണ്, തൊഴിലിനെക്കുറിച്ചാണ്, സുരക്ഷയെക്കുറിച്ചാണ്. തിരുവനന്തപുരത്തെ റോഡ് ഷോയിൽ ജനലക്ഷങ്ങൾ അണിനിരക്കുന്നത് കേരളത്തിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. 1.5 കിലോമീറ്റർ നീളുന്ന ആ ഒരു യാത്ര ഒരു ചരിത്ര യാത്രയായിരിക്കും. BJPയുടെ വിജയത്തിന്റെ പതാക അവിടെ ഉയരും. ഇനി നിങ്ങളുടെ ഊഴമാണ്. അഴിമതിയും കമ്മീഷൻ ഭരണവും മാത്രം മതിയോ, അതോ മോദിക്കൊപ്പം വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് നമുക്ക് നടക്കണോ? നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ സ്വീകരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വികസനത്തിന് വോട്ട് ചെയ്യുക എന്നതാണ്. BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക വഴി നമ്മൾ ഉറപ്പാക്കുന്നത് കേരളത്തിന്റെ ഭാവിയെ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ചരിത്രത്തിന്റെ ഒരു നിർണായക സന്ധിയിലാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് വെറും ഒരു രാഷ്ട്രീയ സന്ദർശനത്തെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ വരും തലമുറയുടെ ഭാവിയെക്കുറിച്ചാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടായി കേരളം ഒരേ വട്ടം ചുറ്റലിലാണ്. ഇടതും വലതും മാറി മാറി വരുന്നു. അവർ പരസ്പരം പഴിചാരുന്നു, ഒടുവിൽ അധികാരം പങ്കിടുന്നു. ഇതിനിടയിൽ നഷ്ടപ്പെട്ടത് ആരുടെ സ്വപ്നങ്ങളാണ്? നമ്മുടെ യുവതയുടെ തൊഴിലവസരങ്ങളാണ്, നമ്മുടെ കർഷകന്റെ കണ്ണീരാണ്, നമ്മുടെ നാടിന്റെ വികസനമാണ്. എന്നാൽ ഇന്ന് ഭാരതം മുഴുവൻ മാറുന്നു. കശ്മീർ മുതൽ കന്യാകുമാരി വരെ വികസനത്തിന്റെ ഒരു പുതിയ സൂര്യൻ ഉദിച്ചുയർന്നു കഴിഞ്ഞു. ആ സൂര്യപ്രകാശം കേരളത്തിന്റെ മണ്ണിലും പതിക്കാനായി ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. നരേന്ദ്രമോദി എന്ന ഈ പേര് ഇന്ന് വെറും ഒരു വ്യക്തിയുടേതല്ല, മറിച്ച് കോടിക്കണക്കിന് ഭാരതീയരുടെ പ്രതീക്ഷയുടെ അടയാളമാണ്. ഏപ്രിൽ 4-ന് അദ്ദേഹം തിരുവല്ലയിലും തിരുവനന്തപുരത്തും എത്തുമ്പോൾ അത് കേവലം വോട്ട് ചോദിക്കാനല്ല, മറിച്ച് കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാനുമായിട്ടാണ്. അഴിമതിയുടെ കറപുരളാത്ത, പ്രീണനത്തിന്റെ രാഷ്ട്രീയം കളിക്കാത്ത, വികസനത്തിന് മാത്രം മുൻഗണന നൽകുന്ന ഒരു പുതിയ കേരളം. ആ കേരളത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരില്ല. നമ്മുടെ സംരംഭകർക്ക് ചുവപ്പ് നടയിൽ കുടുങ്ങി ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. ഒരു സാധാരണക്കാരന്റെയും വീട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നേരിട്ടെത്തും. ഇടതുപക്ഷവും വലതുപക്ഷവും ഇന്ന് ഭയക്കുന്നത് മാറ്റത്തെയാണ്. അതുകൊണ്ടാണ് അവർ വികസന നായകൻ വരുമ്പോൾ നുണപ്രചരണങ്ങളുമായി രംഗത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ പ്രബുദ്ധരായ മലയാളികൾക്ക് ഇനി സത്യം മനസ്സിലാക്കാൻ വൈകില്ല. മോദി ഗ്യാരണ്ടി എന്നാൽ അത് സത്യമാകുന്ന സ്വപ്നമാണ്. ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ആ കരുത്തനായ നേതാവിനൊപ്പം നമുക്കും കൈകോർക്കാം. നമ്മുടെ വോട്ട് വികസനത്തിനാവട്ടെ, നമ്മുടെ വോട്ട് അഴിമതിക്കെതിരെയാകട്ടെ. തിരുവനന്തപുരത്തെ ആ റോഡ് ഷോയിൽ അലയടിക്കാൻ പോകുന്നത് മാറ്റത്തിന്റെ പെരുമ്പറയാണ്. അത് കേരളത്തിന്റെ മുക്കിലും മൂലയിലും മുഴങ്ങണം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ജാതിക്കും മതത്തിനും രാഷ്ട്രീയ ചേരിതിരിവുകൾക്കും അപ്പുറം നമ്മുടെ നാടിന്റെ നന്മയ്ക്കായി BJPയെയും നരേന്ദ്രമോദിയെയും നമുക്ക് വരവേൽക്കാം. ഏപ്രിൽ 4-ലെ ആ മഹാസംഗമങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുവർണ അധ്യായമായി മാറട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. കേരളം മാറാൻ പോകുന്നു എന്ന സത്യം എല്ലാവരും അറിയട്ടെ. നിങ്ങളുടെ ഓരോ ഷെയറും ഓരോ വോട്ടും നമ്മുടെ നാടിന്റെ പുരോഗതിക്കുള്ള ചവിട്ടുപടിയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.